ഹലോ ഗായ്സ്, കഴിഞ്ഞ ദിവസം ഞാൻ മൂക്ക് കുത്താൻ പോയിട്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഞാൻ ആദ്യം കുത്താൻ പോകുന്നതിന് മുന്നേ തന്നെ വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു ചെറിയ വേദന 2 ദിവസത്തേന് ഉണ്ടാവുമെന്നാണ്. അവിടുന്ന് കുത്തി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതിനകത്ത് ലേശം ഉപ്പുനീര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുക്കത്തില്ല, അപ്പോൾ അത് വേണം. അന്നേരം തന്നെ എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു, കാരണം ഉപ്പുനീര് തേക്കുമ്പോൾ നല്ല വേദന ആയിരിക്കുമല്ലോ. എന്നാലും വേണ്ട, 2 ദിവസത്തെ കാര്യമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ ഗൈസ്? നമ്മുടെ ഉണ്ടല്ലോ ആ ഉപ്പ് തേക്കുന്ന വേദനയല്ല വേദന. ഒരു 6 മാസമായിട്ട് ജലദോഷം പോലും വരാത്ത ഞാൻ ഇതങ്ങോട്ട് കുത്തി കഴിഞ്ഞപ്പം ജലദോഷവും പനിയും കൂടെ വന്നു. ഇതിപ്പം മൂക്ക് ചീറ്റാനും വയ്യ, മൂക്കെ തൊടാനും വയ്യ, ജലദോഷം മാത്രമല്ല കൂടെ പനിയും. നല്ല അടിപൊളി അവസ്ഥയാണ്. കാരണം നമുക്ക് ചീറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വല്ലതും തൊടാൻ പറ്റുമോ? മൂക്കെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം വേദനയാണല്ലോ. അതിൻ്റെ കൂടെ ഉപ്പുനീരും വേറെ ലെവല്. എന്നെക്കൂട്ടി ഞാൻ മാത്രമുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. കൈയൊന്നറിയാതെ കൊണ്ടാ വേദന എടുക്കും. പിന്നെ പോട്ടെ, സാരമില്ല, നമുക്ക് വേദന എടുക്കുമെന്ന് അറിയാമെന്നെങ്കിലും വിചാരിക്കും. ഈ ജലദോഷത്തിനോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇതിന് വരാൻ എന്തോരം സമയം ഉണ്ടായിരുന്നു? ഈ കുത്തുനടം വരെ വെയിറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കുത്തി ദാണ്ട കിടക്കുന്നു. ഇപ്പം ജലദോഷം ആദ്യമായിട്ടാണ് ജലദോഷത്തിനോട് പോലും എനിക്ക് ദേഷ്യം തോന്നിപ്പോയത്. എന്നാൽ നെബുലൈസ് ചെയ്യാല്ലേ, വേറെ ഓപ്ഷനൊന്നും ഇല്ല. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ദാണ്ട കിടക്കുന്നു. Bye-bye.